നമസ്കാരം. ബി.ജെ.പിക്കാർക്ക് എന്ത് സുപ്രീം കോടതി അല്ലേ? അത് പറയാൻ വേറൊന്നുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാം. ഡിമോളിഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് പൊളിക്കലുകൾ. അങ്ങ് പൊളിക്കുക. ഇവിടെ നമ്മൾ കേരളത്തിൽ ഈ പൊളിക്കൽ കണ്ടാണ്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മൂന്നാറിൽ അനധികൃത കയ്യേറ്റം. പോട്ടെ, 10-25 ബുൾഡോസർ മൂന്നാറിലേക്ക്. നേരെ മൂന്നാറിൽ പോകുന്നു, 1-2 പേരെ ഏർപ്പാടാക്കി പോകുന്നു. അവസാനം പുലി പൂച്ചയായി, പുലി എലിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ബുൾഡോസറുകൾ, പോയ ബുൾഡോസർ തിരിച്ചു വന്നു, കുറേ അത് പിടിച്ചെടുത്തു. അന്ന് ഏറ്റവും കൂടുതൽ വാർത്ത അതങ്ങനെയാണ്. മൂന്നാറിൽ ഇത്ര ഏക്കർ പിടിച്ചെടുത്തു, അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ അപ്പോൾ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യം എന്ന് വെച്ചാൽ, അവിടെ അനധികൃത കുടിയേറ്റമുണ്ട്. അവിടെ ആൾക്കാർ കുറേയേറെ സ്ഥലം വളഞ്ഞു കെട്ടി അവിടുത്തെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാധനം നമുക്ക് മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെയുമല്ല, കുറേയധികം പിടിച്ചെടുത്ത ഭൂമികൾ ചിലർക്ക് പട്ടയമില്ലാത്തവർ കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ വസ്തു ഇല്ലാത്തവർ കൊടുക്കുക തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ പിന്നെ യോഗി ആദിത്യനാഥ് പൊളിക്കൽ നടത്താൻ പോവാം. ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായിട്ടൊരുത്തിനെ കൊണ്ടുവരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയാക്കിയില്ല, അറസ്റ്റ് ചെയ്തു. സംശയം, പ്രതിയെന്ന് സംശയം. ഉടനെ ഇവിടെ നിന്നൊരു ബുൾഡോസർ, പോട്ടെ 2 ബുൾഡോസർ അവൻ്റെ വീട്ടിലിട്ട് നേരെ ചെല്ലുന്നു, അവൻ്റെ വീട് ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കുന്നു. പിന്നെ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആരും ഹിന്ദുക്കളുടെ വീടുകളല്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ വീടുകളൊന്നും അല്ല ഇടിച്ച് പൊളിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ പേരിനോടൊപ്പം ഒരു ഷർഫുദ്ദീൻ അലി അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു പേര് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബുൾഡോസർ അവരുടെ വീട്ടിലേക്ക് എത്തുകയുള്ളൂ. അതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ പേര് കുറ്റപത്രം വന്നിട്ടില്ല, FIR ഇട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. അതോടൊപ്പം ഈ കേസ് കോടതിയിലെത്തുകയോ കോടതി ആ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം പരിശോധിച്ചിട്ട് ഇയാളൊരു പ്രതിയാണ് എന്ന് കോടതി പറയുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യും? ഈ പറയുന്ന ആളുടെ പേര് നോക്കിയിട്ട് പോയി ആ വീടിടിച്ച് പൊളിച്ചങ്ങളായി. ഹത്രസിൽ സംഭവിച്ചെന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട്, ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം എന്നിട്ട് പോലും അയാളുടെ വീട് സുരക്ഷിതമായി നിർത്തുകയും വീട്ടിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ എന്നിട്ടോ നിങ്ങൾ കേസും കൂട്ടുമായിട്ടൊന്നും പോകരുത് എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പശുവിനെ കൊന്നവർ, പശുവിൻ്റെ അല്ലെങ്കിൽ പോത്തിൻ്റെ മാംസം കൈവശം വെച്ച ആൾക്കാരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിട്ടും ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടും അതിനെതിരെ ഈ ബുൾഡോസർ രാജൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം. അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം, പൊതുവിൽ BJP എന്ന് പറയുന്ന കക്ഷിക്ക് എവിടെയൊക്കെ ചില വിള്ളൽ വീണ് തുടങ്ങി. കോടതിയൊന്നും ഇപ്പം BJP പറയുന്ന അത്ര കേൾക്കുന്നില്ല. കാര്യം കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമനെതിരെ വരെ കേസെടുക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അത് ബാംഗ്ലൂരിലെ ഒരു സ്പെഷ്യൽ കോർട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കോടതികളിൽ നിന്ന് പോലും BJP അനുകൂലിക്കുന്ന തരത്തിൽ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന ഒക്ടോബർ മാസം വരെ, 2-ാം തീയതി വരെ ഇനി മേലാൽ ഈ പറയുന്ന ബുൾഡോസറും കൊണ്ട് ഒരുത്തൻ്റെയും വീടുമുറ്റത്ത് പോകരുത് എന്ന് കൃത്യമായി സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അനുശാസിച്ചിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയൊരു വാർത്ത വരുന്നത് ഗുജറാത്തിൽ നിന്ന്. നമുക്കറിയാം, ഗുജറാത്ത് സോംനാഥ് ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രമാണ് ഗുജറാത്തിലെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം. അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനമാണ് സർക്കാർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എവിടെയാണെന്ന് ആലോചിച്ച് ഗുജറാത്തിലാണ്. അപ്പോഴാണ് നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന കുറച്ച് പേര് ഇവിടെ സംഘപരിവാർ ആശയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശബരിമലയിലെ വരുമാനം എടുത്തുകൊണ്ട് സർക്കാർ പോകുന്നു, വേറെ പള്ളികളെ ഒന്നും തൊടുന്നില്ല, അവരുടെ വരുമാനം എടുക്കുന്നില്ല, ഒരു വലിയ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ആരോ പറഞ്ഞിരുന്നു, സിന്ദൂരോ ചന്ദനോ ഒക്കെ പറ്റിയ 10 രൂപ നോട്ടും 20 രൂപ 100 രൂപ നോട്ടും ഒക്കെ ശമ്പളമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ നാടാണ് നമ്മുടെ കേരളം. അതൊക്കെ മറക്കണ്ട, അതവിടെ നിൽക്കട്ടെ. ഈ സാഹചര്യത്തിൽ സോമനാഥ് ക്ഷേത്രം ഞാൻ പറഞ്ഞ പോലെ ഗുജറാത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുജറാത്ത് സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകുവശത്തായിട്ട് കുറേയേറെ ഭൂമി കിടപ്പുണ്ട്. അതായത് എത്രയോ ഹെക്ടർ ഭൂമി, എനിക്ക് തോന്നുന്നു ഏകദേശം 15 ഹെക്ടറോളം ഭൂമി അതിൻ്റെ പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്. കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ അനധികൃത താമസക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കുറേ വണ്ടി 30 JCB കൊണ്ടുവന്നു. അതോടൊപ്പം ഒരു 50 ട്രാക്ടർ കൊണ്ടുവന്നു. ഈ ട്രാക്ടറിട്ട് വലിച്ച് നീക്കാൻ വേണ്ടിയിട്ട് അവിടെ 10 ഡംബറുകൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും വലിയ ഡിമോളിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം കൂടെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം ചെയ്ത പണിയെന്ന് വെച്ചാൽ തകർക്കാൻ തുടങ്ങി, ഇടിച്ച് പൊളിച്ച് നിരത്താൻ തുടങ്ങി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം വീടുകൾ അവിടെയുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 153 കുടിലുകളുണ്ട്, 21 വീടുകളുണ്ട്. ഇതെല്ലാമാണ് ഇടിച്ച് നിരത്തുന്നത്. പിന്നെ പള്ളികൾ, ദർഗ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ യത്തീംഖാന വരെ ആ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെല്ലാം
നിരത്തുക. പേരെന്താണ്? സോമനാഥ ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള കുറേ വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 21 വീടുകളാണ് തകർത്തത്. അതോടൊപ്പം തന്നെ 153 സാധാരണക്കാർ ജീവിക്കുന്ന 153 കുടിലുകളും ഇടിച്ചു നിരത്തി. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 1200 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് ഇടിച്ചു നിരത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യക്കാരെ, നമ്മളെ ഇന്ത്യയിലെ ഈ പറയുന്ന ഈ സംഘപരിവാര രാഷ്ട്രീയത്തിന് എന്ത് മസ്ജിദ്, എന്ത് ദർഗ നമുക്കറിയാം. ഏറ്റവും വലിയ ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട പലതിനെയും, അല്ലെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച പലതിനെയും എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ചില ഗിമിക്സുകളൊക്കെ കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പൊളിച്ചു നീക്കിയ ആൾക്കാരാണ് നമ്മുടെ ഈ സംഘപരിവാർ അനുകൂല സംഘടന എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ഈ പറയുന്ന ഗുജറാത്തിൽ ഈ സോമനാഥ ക്ഷേത്രത്തിനോട് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്തിൽ ഇടിച്ചുപൊളികൾ നടത്തുകയാണ്. അപ്പം സ്വാഭാവികമായും എല്ലായിടത്തും നടക്കുന്ന പോലെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ചെയ്യുന്ന കാര്യമാണ്. അവിടുത്തെ ഒരു പ്രാദേശിക ഭരണകൂടം, ജില്ലാ കളക്ടർ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. ഹരജി വധ്വാനിയ എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതെല്ലാം ഇടിച്ചു നിരത്തിയ സമയത്ത് സ്വാഭാവികമായും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാവും. ആൾക്കാരെല്ലാം കൂടി പ്രതിഷേധിച്ചപ്പോൾ ജില്ലാ കളക്ടർ ഈ പറയുന്ന വധ്വാനിയ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചു, 144 പ്രഖ്യാപിച്ചു, പുറത്തിറങ്ങിയ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലടയ്ക്കുക. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ 75-ലധികം ആൾക്കാരെ, ശരിയായ കണക്ക് 135 എന്നുള്ള കണക്കാണ് അവർ പറയുന്നത്, ഏകദേശം അത്രയും കണക്കിലുള്ള ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സുപ്രീം കോടതിയിൽ നിന്ന് ഈ പറയുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി വരെ യാതൊരു തരത്തിലുള്ള പൊളിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളത് കർശന നിർദ്ദേശമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന സോമനാഥ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ പിന്നാമ്പുറം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചതും അവരെ ജയിലിലാക്കിയതും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഗുജറാത്ത് മോഡൽ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ദൈവമേ, ഇങ്ങനെ ഗുജറാത്ത് മോഡൽ കേരളക്കാർ കണ്ടുപിടിച്ചുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഈ പറയുന്ന ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മൊത്തത്തിലധികം 36-ലധികം ബുൾഡോസർ ഇപ്പോഴും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഈ എന്തിനു വേണ്ടി? പൊളിക്കാൻ വേണ്ടി, സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ. അപ്പം പിന്നെ മറ്റൊന്നെന്ന് പറയാൻ 135ഓളം ട്രാക്ടറുകളും അതോടൊപ്പം ബാക്കി കുറേ അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം ഈ പറയുന്ന പൊളിക്കൽ നടപടികൾ നടത്താൻ വേണ്ടി. അപ്പോൾ സുപ്രീം കോടതി ഇതൊക്കെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കണം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ. ഈ രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം.